ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് ദ മ്യൂസിയം ഓഫ് ബർക്ക്ഷയർ ഏവിയേഷൻ. കുറേ പ്ലെയിനുകളുള്ള സ്ഥലമാണ്. ആക്ച്വലി ഞങ്ങൾ രാവിലെ എവിടെ പോകും നോക്കിയപ്പോൾ നല്ല തണുപ്പാണ്. ഇവിടെ സ്പ്രിങ് ആയി എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നല്ല തണുപ്പാണ്. അപ്പോൾ പുറത്ത് ഗാർഡൻസിലൊന്നും നടക്കാനുള്ള ഒരു ഇതില്ലാത്തതുകൊണ്ട് നമ്മളോർത്തു ഇൻഡോറായിട്ട് എവിടെയെങ്കിലും നോക്കിയാലോ എന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം കണ്ടു. പിള്ളേർക്കാണെങ്കിൽ പ്ലെയിൻ എന്നുള്ളത് ആക്രാന്തമാണ്. അപ്പോൾ ഒരു കുഞ്ഞു സ്ഥലമാണ്. അപ്പം എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ HAL, ബാംഗ്ലൂർ HAL ഒരു ഇതില്ലേ, എന്നിട്ട് അതിൻ്റെ പേര് എയറോ മ്യൂസിയം, എയറോസ്പേസ് സംതിങ് ഉണ്ട്. അതുപോലത്തെ ഒരു ഫീലാണ് എനിക്കിവിടെ വന്നപ്പോൾ തോന്നുന്നത്. കുഞ്ഞൊരു സ്ഥലമാണ്, പക്ഷേ ഇവർക്ക് പ്ലെയിൻ കാണാനല്ലോ. ഇവിടെ എത്തിയപ്പോൾ വലിയൊരു പ്ലെയിൻ. അപ്പോൾ അത് കണ്ടപ്പോൾ എല്ലാവരും ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. പേ ചെയ്ത് ഉള്ളിൽ കിടന്നു. എത്ര 10 pounds അല്ലേ ഒരു ഫാമിലിക്ക്, 2 adults and 3 kids ഫാമിലിക്ക് 10 pounds ആണ്. അപ്പോൾ ജസ്റ്റ് ഉള്ളിൽ കിടന്നു. കുറേ പ്ലെയിനുകൾ ഒറ്റയടിക്ക് കാണാം. ഇനി എന്തായാലും അടുത്ത് പോയി കാണാം. പക്ഷെ ഞങ്ങളിങ്ങനെ പേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനവിടെ വായിച്ചു ടെഡി ബെയർ ട്രെയിൽ എന്ന് പറഞ്ഞിട്ടൊരു ട്രെയിൽ ഉണ്ട് ഇവിടെ. അപ്പോൾ അത് അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് തന്നു കുറേ ക്വസ്റ്റ്യൻസും. അത് ഇവിടെ കൂടെ നടന്ന് ടെഡി ബെയർസിനെയൊക്കെ കണ്ടുപിടിച്ചതിൽ ആൻസർ എഴുതണം, അങ്ങനെ ഒരു ട്രെയിൽ. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഞാൻ നമ്മുടെ നാട്ടിൽ അങ്ങനെ അധികം സ്ഥലത്തൊന്നും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഒരു സ്ഥലത്ത് നമ്മൾ കാണാൻ പോകുമ്പോൾ അവിടെ ഒരു ട്രെയിൽ, ഒരു ട്രഷർ ഹണ്ട് മോഡൽ ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ നമ്മൾ മോസ്റ്റ് ഓഫ് ദ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഈസ്റ്ററിൻ്റെ സമയത്ത് എഗ് ഹണ്ടിൻ്റെ ട്രെയിൽ ഉണ്ടാവും, അല്ലെങ്കിൽ സ്പ്രിങ്ങിൻ്റെ സമയത്ത് സ്പ്രിംഗ് ഫ്ലവേഴ്സ് ഫൈൻഡ് ചെയ്യാനുള്ള ട്രെയിലുകളുണ്ടാവും. എല്ലാ സ്ഥലത്തും കുട്ടികൾക്ക് അത് ഇൻട്രസ്റ്റിംഗ് ആവാൻ വേണ്ടിയിട്ട് അവരത് ഗെയിമിഫൈ ചെയ്യും. അതെനിക്ക് ഭയങ്കര നല്ലൊരു കോൺസെപ്റ്റായിട്ട് തോന്നി. പ്ലെയിനിൻ്റെ ടെയിലിൽ നിന്ന് ഫ്ലാഷ് വരുന്ന കണ്ടില്ലേ, ഇങ്ങനെ ക്ലിക്ക് നമ്മൾ സ്കൈയിൽ പോകുമ്പോൾ ദാറ്റ്സ് ദ ലൈറ്റ്. അല്ലെങ്കിൽ കാണാൻ പറ്റുന്ന ലൈറ്റ്. ഒരു ബോംബാണിത്, ബോംബ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ബോംബ് കാണുന്നത്. എനിക്ക് തോന്നുന്നു എന്തോ ബോംബിൻ്റെ മെയിൻ ബോഡിക്ക് അറ്റാച്ച് ചെയ്യുന്ന സാധനമാണ്, പക്ഷേ ഇതിൻ്റെ ഉള്ളിലാണ് എക്സ്പ്ലോസീവ്സ് ഒക്കെ നിറയ്ക്കുന്നത്. അപ്പോൾ എഴുതിയേക്കണത് 600 കിലോ എക്സ്പ്ലോസീവ്സ് ഇതിനകത്ത് നിറയ്ക്കാമെന്ന്. എനിക്കങ്ങ് അത്ഭുതമായിട്ട് പോയി. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ബോംബ് ഇങ്ങനെ തൊടാൻ ഡിസ്റ്റൻസിൽ കാണുന്നത്. ഇവിടെ ഷോക്കേസിനകത്ത് ഇത് പൈലറ്റ്സ് റിലീഫ് കപ്പ് എന്ന് പറഞ്ഞിട്ടൊരു കപ്പ് ഇരിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ എന്ത് കപ്പാണോ ഇങ്ങനെ, ചിലപ്പോൾ എൻ്റെ മനസ്സിലോട്ടോ, കാരണം ഈ പാനപാത്രമൊക്കെ പോലെയാണ് അതിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് എന്ത് കപ്പാണോ എന്ന്, അപ്പോൾ പുള്ളിക്കാരുടെ അടുത്ത് ചോദിച്ചപ്പോഴാണ് പറയുന്നത് അത് പൈലറ്റിൻ്റെ നമ്പർ 1 സാധിക്കാനുള്ള സംഭവം. അതെനിക്ക് ഭയങ്കര പുതിയൊരു അറിവായിരുന്നു. അപ്പോൾ അത് പുള്ളിക്കാരൻ പറയണം ആ ഒരു കപ്പിൻ്റെ അടിയിൽ കൂടെ ട്യൂബ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടാവുന്നു. അപ്പം അങ്ങനെയാണ് ഈ സംഭവം നടക്കുന്നത്. എനിക്കത് ഞാൻ ഇതുവരെ കേൾക്കുകയോ കാണുകയോ ചെയ്യാത്തൊരു കാര്യമായിരുന്നു. ഒരു ഓയിൽ ബോംബ് പൊട്ടിയതാണ്. എനിക്ക് ഇരിക്കണ കണ്ടപ്പോഴേ തോന്നി എന്തോ പൊട്ടിയതാവാൻ സാധ്യതയുണ്ടത്. വായിച്ചു നോക്കിയപ്പോഴാണ് ഒരു ഓയിൽ ബോംബ് 1940s എന്തോ എവിടെയോ ഇട്ടിട്ടുള്ള ഒരു ഓയിൽ ബോംബ് പൊട്ടിയതിൻ്റെ അവശിഷ്ടമാണ് ഈ കാണുന്നത്.
ഭയങ്കര ദേഷ്യമായിരുന്നു. ഞാൻ പറഞ്ഞു 2 ആട്ടാട്ടിപ്പോൾ കിടന്നുറങ്ങി. ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഇവൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കണ്ടപ്പോഴാണെന്നുകൊണ്ട് ഇവിടുത്തെ ഒരു ആൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വന്നു. നല്ലൊരു മനുഷ്യൻ, കുറേ കാര്യങ്ങൾ നല്ല രസമായി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അപ്പം ഇവൻ്റെ മറ്റേ ബാറ്ററിയിൽ 2 കിട്ടാത്തത് പുള്ളിക്കാരൻ കൊണ്ടുവന്ന് കാണിച്ചൊക്കെ തന്നു. ഇവിടെയാണ് ഒന്ന് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോഴേ ഞാൻ പുറത്തുനിന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നിയില്ല, ഒരു ചെറിയ സ്ഥലമാണ്, പെട്ടെന്ന് കണ്ട് ഇറങ്ങാം എന്ന്. പക്ഷേ ഇൻഫർമേഷൻ ഇങ്ങനെ കുത്തി നിറച്ചേക്കുവാണ്. അതായത് എവറി ഇഞ്ചിൽ ഇങ്ങനെ നിറയെ ഇൻഫർമേഷനാണ്. ചെറിയ ചെറിയ മോഡൽസ് ആയാലും പണ്ടത്തെ സാധനങ്ങളുടെ റിമെയിൻസ് ആയിട്ടും പിന്നെന്താ പറയുക, അന്നത്തെ പൈലറ്റ്സ് യൂസ് ചെയ്തിരുന്ന ആക്സസറീസ് ആയിട്ടും പ്ലെയിനിൻ്റെ പീസുകളായിട്ടും എൻ്റെ അമ്മ കുറേ കാര്യങ്ങൾ. ഈ എന്താ പറയുക, പ്ലെയിന് അല്ലെങ്കിൽ എയർക്രാഫ്റ്റ്സിനോട് പ്രാന്തമുള്ളവർക്കുണ്ടല്ലോ, ഇങ്ങനെ ഇരിക്കാം ഇവിടെ. ഇൻഫർമേഷൻ സെൻഡ് ചെയ്തിരുന്നത് എൻ്റെ അമ്മ. എനിക്കിങ്ങനെ പഴയകാല മെമ്മറീസ്. അപ്പോൾ അവരോട് ഇങ്ങനെ ഫുൾ കോഡ്സ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, ABCDയുടെ മൊത്തം. അപ്പോൾ ഞാൻ എൻ്റെ ഗൈഡ്സ് കാലഘട്ടം ആലോചിക്കുമായിരുന്നു. ഞങ്ങളിത് മുഴുവൻ ബൈഹാർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും അറിയുണ്ടാവും, അതൊരു കോമ്പറ്റീഷനായിരുന്നു. മോഴ്സ് കോഡ് ഫുൾ A to Z നമ്മൾ ബൈഹാർട്ട് ആക്കിയിട്ട് 2 പേര് ഇപ്പുറത്ത് നിൽക്കും, 2 പേര് അപ്പുറത്ത് നിൽക്കും. അത് നമ്മൾ ഈ ഫ്ലാഗ് വെച്ചിട്ട് അന്ന് നമ്മൾ ഈ ഡിഡ ചെയ്യാം, ഡിഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്തിട്ട് അപ്പുറത്തുള്ളവർക്ക് ഈ മെസ്സേജ് പാസ് ചെയ്യും. അപ്പോൾ ആ മെമ്മറീസാണ് എനിക്ക് ഫുള്ള് ഇങ്ങനെ വന്നത്. എനിക്കിത് ഫുള്ള് ബൈഹാർട്ട് അറിയായിരുന്നു. ഇപ്പോൾ പക്ഷെ ഒന്നും അറിയുന്നില്ല. ഈ കുട്ടി മോഡൽസില്ലേ ഫ്ലൈറ്റ്സിൻ്റെ, അത് എന്താ പറയുക, ഈ ഫൈറ്റർ പ്ലെയിൻസിൻ്റെ ആയാലും നോർമൽ എയർക്രാഫ്റ്റ്സിൻ്റെ ആയാലും ഹെലികോപ്റ്റേഴ്സിൻ്റെ ആയാലും വലിയൊരു കളക്ഷൻ. ഇങ്ങനെ എല്ലാ ഷെൽഫിനകത്ത് ഇങ്ങനെ കുട്ടി എന്നുവെച്ചാൽ പിള്ളേർക്കെന്നല്ല, ഇഷ്ടമില്ലാത്ത നമുക്ക് വരെ ഇങ്ങനെ കൊതിയാവും അങ്ങനത്തെ പോലത്തെ മോഡൽസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളൊന്നുമില്ല, പക്ഷെ വരുന്നവരിങ്ങനെ ശരിക്കും എൻജോയ് ചെയ്ത്, വയസ്സായവർ തൊട്ട് കുഞ്ഞു കുട്ടികൾ വരെ വന്ന് എൻജോയ് ചെയ്ത് അടിച്ച് എന്താ പറയുക, ഭയങ്കര രസം. നമുക്ക് അത് കിട്ടിയിരുന്നേ കൊള്ളായിരുന്നു എന്ന് തോന്നുന്ന പോലത്തെ മോഡൽസാണ് മുഴുവൻ. കുറേ വർക്കിംഗ് മോഡൽസ് ഉണ്ട്. അപ്പം അതിൽ ഒരെണ്ണമാണ് ഇത്, എയ്റോഫോയിൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഷേപ്പും വിൻഡ് കൂടുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നേരത്തെ അപ്പുറത്ത് കണ്ടതാണ് ഈ കാർഗോ പ്ലെയിൻസിൽ നിന്ന് എങ്ങനെയാണ് കാർഗോ പ്ലെയിനിൽ നിന്ന് ബാക്ക് റെയർ ഡോർ തുറക്കണത്, അതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയാണ് അത് പുറത്തേക്ക് വരുന്നത്, കാർഗോ പുറത്തേക്ക് വരുന്നത്, അങ്ങനെ കുറേ വർക്കിംഗ് മോഡൽസ്. അപ്പോൾ പിള്ളേർക്ക് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ഇല്ല എന്ന് പറഞ്ഞ പേരെടുത്ത് ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറുമ്പോഴേ പുള്ളിക്കാരൻ പറഞ്ഞിരുന്നു തിരിച്ചിറങ്ങുമ്പോൾ ഭയങ്കര ഇതാ, അപ്പോൾ ഇങ്ങനെ ഇറങ്ങണേക്കാളും ബാക്ക് അടിച്ച് ഇറങ്ങണതാണ് എളുപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ബാക്ക് അടിച്ച് ഇറങ്ങി, ഭയങ്കര കുമ്പിട്ട് കയറണ ഉള്ളിലേക്ക്. പക്ഷെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ നിൽക്കാനൊക്കെ പറ്റും, നോർമൽ ഒരു ഫ്ലൈറ്റിൻ്റെ ഫീല്. അപ്പോൾ എല്ലാം വിചാരിച്ചു, ഞാൻ പറഞ്ഞു ഇരിക്കട്ടെ, ഫ്ലൈറ്റ് ഇപ്പോൾ ടേക്ക് ഓഫ് ചെയ്യും. ഈ ഫ്ലൈറ്റാ ഇപ്പോൾ പോവും, എന്നാൽ വാ അമ്മ ഇറങ്ങാം. ഞാൻ പറഞ്ഞു ഇല്ല നമുക്ക് ഇരിക്കാം. ഫ്ലൈറ്റ് എങ്ങോട്ടാണ് പോണേ? ബാംഗ്ലൂർക്ക്. ഉടനെ അവള് അങ്ങനെ കയറി. അപ്പോൾ ഇത് തന്നേടാ, ഞങ്ങളുടെ ബാറ്ററിയിൽ ഞങ്ങൾ 8 അതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് അത് ക്വസ്റ്റ്യൻ ഇല്ലല്ലോ അതിൻ്റെ ഉള്ളിൽ. ദർ ഇസ് നോ ക്വസ്റ്റ്യൻ. പക്ഷേ പുള്ളിക്കാരൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ഒരു ബെയറുണ്ട്, ആ ബെയർ ചാടിപ്പോയി പുറത്തേക്ക്, ഭയങ്കര നോട്ടി ക്ലെവർ ബെയറാണ്. അപ്പോൾ പുറത്ത് പോയിട്ട് ഇരിക്കുകയാണ്, അത് പുറത്ത് പോയി കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ഈ പ്ലെയിൻ്റെ അകത്താണ് ആ ബെയർ വന്നിരിക്കുന്നത്. എന്താ പറയുക, നല്ല രസമുണ്ടായിരുന്നു മൊത്തത്തിൽ. ഉറക്കം കഴിഞ്ഞാൽ എനിക്ക് കയറി പ്ലെയിനില്ലേ, കയറുമ്പോൾ ആക്ച്വലി ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ വന്നിട്ട് ആക്ച്വലി ആ പേപ്പർ തന്നേടാ, ഡാർട്ട് ഹെറാൾഡ് എന്ന് പറഞ്ഞൊരു പ്ലെയിനാണ് ഞങ്ങൾ കയറിയത്. ആക്ച്വലി ഇത് അവർ ഞങ്ങൾ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് തരേണ്ടതായിരുന്നു, അപ്പോൾ അവർ തന്നില്ല. അപ്പോൾ ആ ബാക്കിൽ വന്ന പ്ലെയിൻ ഞങ്ങൾ കയറിയത്. അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ പ്രിൻസ് ഫിലിപ്പ് ഇല്ലേ, അതായത് ക്വീൻ എലിസബത്തിൻ്റെ ഭർത്താവ് മരിച്ചുപോയി. പുള്ളിക്കാരൻ ട്രാവൽ ചെയ്തിട്ടുള്ള 1962 ടൂറിന്
അയാൾ ട്രാവൽ ചെയ്തിട്ടുള്ള പ്ലെയിനാണ് ഈ ഡാർട്ട് ഹെറാൾഡ്. അതിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ ഇരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കിങ് അല്ല, ഒരു പ്രിൻസ് ഇരുന്ന പ്ലെയിനകത്താണ് ഞങ്ങൾ ഇരുന്നത്. അതാണ് ആ പ്ലെയിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ഒരു പേപ്പർ ആദ്യം തന്നിരുന്നെങ്കിൽ ആ ഒരു പ്ലെയിനിനെ കുറിച്ചുള്ളൊരു വേർഡ് സെർച്ച്, പിന്നെ കുറേ ക്വസ്റ്റ്യൻസ്, ആ പ്ലെയിനിനെ കുറിച്ചുള്ള ഫുൾ ഇൻഫർമേഷൻ, ആ പ്ലെയിൻ്റെ ഒരു മോഡലൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ കുറേ പാർട്സ്, അത് മ്യൂസിയത്തിൽ എവിടെ ഫൈൻഡ് ചെയ്യുക, അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ് പോലത്തെ പരിപാടി കൂടി ഉണ്ടായിരുന്നു. അത് പക്ഷെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല. വേർഡ് സെർച്ച് പക്ഷെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ടിരുന്ന് ചെയ്തു. എന്തായാലും അടിപൊളിയായിരുന്നു. ഒരു അടിപൊളി ഡേ ആയിരുന്നു ഇവിടെ. ഡേ എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് മണിക്കൂറുകൾ. ആക്ച്വലി ഞങ്ങളിത് ഈ ഒരു സ്ഥലം കണ്ടുപിടിച്ച് വരുമ്പോൾ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ വലിയ പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് പുറത്തുനിന്ന് കണ്ടപ്പോഴും ഒരു കുഞ്ഞി ഷെഡ്, ഓണസ്റ്റ് ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഒരു കുട്ടി ഷെഡ്, കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല എന്നൊരു പ്ലാനിലാണ് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയത്. പക്ഷെ കയറി കഴിഞ്ഞിട്ട് എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറേ കാര്യങ്ങളുണ്ട്, നമ്മൾ കുറേ നേരം സ്പെൻഡ് ചെയ്തില്ല. കുറേ വായിക്കാനുണ്ട്. ഇവരൊക്കെ വെച്ച് മടി പിടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇറങ്ങിയതാണ്. പക്ഷെ കുറേ വായിക്കാനും കുറേ അറിയാനും ഇങ്ങനെ ഇൻഫർമേഷൻ കുത്തി നിറച്ചിട്ടുള്ളൊരു സ്ഥലം, പ്ലസ് ഇങ്ങനത്തെ കുറേ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ. എനിക്ക് നല്ല ഇഷ്ടമായി. പിള്ളേരും ശരിക്കും എൻജോയ് ചെയ്തു. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഒരു ഹാപ്പി ഡേ. അപ്പോൾ എല്ലാവരും സ്റ്റേ ബ്ലെസ്ഡ്.